മാളൂസ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോണി. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ചാണകം എളുപ്പത്തിൽ പൊടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ഞാൻ എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. കാരണം നമ്മുടെ ചാനലിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇവിടം വരെ എത്തിയത്. കൃഷിയെക്കുറിച്ചുള്ള എൻ്റെ ചെറിയ ചെറിയ അറിവുകൾ ഇനിയും എല്ലാവരിലും എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. തുടർന്നും എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. കാണാൻ എങ്ങനെയാണ് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതെന്ന് കമൻറ്റുകളിലൂടെ എന്നോട് ചോദിച്ചത്. അതുകൊണ്ട് കൂടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ചാണകം പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഈ പച്ചച്ചാണകം നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതിപ്പോഴൊക്കെ ഏതെങ്കിലും ഷീറ്റിലോ അല്ലെങ്കിൽ ചാക്കിലാണെങ്കിലും നമ്മൾ വെയിലത്തിട്ടിട്ട് നമ്മൾ ആദ്യം നമ്മളിങ്ങനെ ഒന്ന് ഈ ചാണകമെല്ലാം ഇങ്ങനെ ഒന്ന് വേർപെടുത്തി കൊടുക്കണം. കൈകൊണ്ടോ അല്ലെങ്കിൽ ചെറിയ തൂമ്പാ കൊണ്ടോ ഇങ്ങനെ വേർപെടുത്തി ഇങ്ങനെ കൊടുക്കണം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു മണിക്കൂറൊക്കെ വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ വീണ്ടും നമ്മളിങ്ങനെ ചാണകം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തിരുമ്മി ഇട്ട് കൊടുക്കാൻ കണ്ട. കാരണം ഈ ചാണകം നന്നായിട്ട് പൊടിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പം ശരിയായ രീതിയിൽ വേരുകൾക്ക് വലിച്ചെടുക്കാൻ പറ്റാതെ വരും. അത് തന്നെയല്ല, നമ്മൾ ചാണകം നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ കല്ല് പോലെ ഇരിക്കും, പിന്നെ പൊടിച്ചെടുക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വെയിലത്തിട്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് കൈകൊണ്ട് പൊടിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല പരുവത്തിലങ്ങ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെയിൽ കൊണ്ടണം, പിന്നെയും വന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. പണ്ടൊക്കെ നമ്മൾ നെല്ലുണങ്ങുമ്പോഴത്തേന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുമായിരുന്നു. അത് നെല്ല് ചിക്കുക എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചാണകം വെയിലത്തിട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയും ഇങ്ങനെ പൊടിച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പം അതിങ്ങനെ പൊടിഞ്ഞു വരും. അതിൻ്റെ ഉണക്കനുസരിച്ച് പൊടിഞ്ഞു വരും. പിന്നെ 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂർ ചാണകത്തിൻ്റെ നമ്മളറിയാമല്ലോ, പച്ചാണകം ഇട്ട് കഴിയുമ്പോൾ തന്നെ അത് മോളം ഒന്ന് ഉണങ്ങി വരുന്നതനുസരിച്ച് വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കൈക്ക് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ തൂമ്പായിക്കോ വല്ലതും ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പൊടിച്ചുകൂടെ കൊടുക്കണം. അന്നേരം ആ പച്ച തെളിഞ്ഞു വരും. പച്ച തെളിഞ്ഞു വരുമ്പം അത്രയും ഭാഗം ഉണങ്ങി കിട്ടും. പിന്നെയും നമ്മൾ അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ചാണകം നല്ല പരുവത്തിന് ഉണങ്ങി വരും. ഇപ്പം ഞാനിപ്പോൾ ഇതുപോലെ ചെയ്ത് നമുക്ക് പൊടിച്ചെടുക്കാൻ പാകത്തിന് ഉണങ്ങിയിട്ടിരിക്കുന്നത് അപ്പുറം മാറ്റിയിട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ പരുവത്തിന് ഉണങ്ങി മാറ്റിയിട്ടിരുന്നതാണ്. ഇപ്പം നമുക്കിത് കണ്ടോ, ഇപ്പം നന്നായിട്ട് ഈ ചാണകം പൊടിഞ്ഞു വരുന്നുണ്ട്. ഇപ്പം നമ്മളെ രണ്ടും വെയിലത്തിട്ട് ചിക്കി ഇളക്കി ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്ക് പൊടിച്ച് ഉണ്ടാക്കി നമ്മൾ ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പരുവത്തിൽ ഉണങ്ങിയെടുത്ത ചാണകം കണ്ടോ, നല്ല ഫസ്റ്റ് ഇത് പൊടിഞ്ഞു വരും. കണ്ടോ. ഇപ്പം നമ്മൾ ഈ ചാണകമൊക്കെ മേടിക്കുമ്പോൾ ഉണങ്ങിയ ചാണകം മേടിക്കുമ്പോഴത്തേന് മുഴുവൻ കട്ട കെട്ടി ഉണങ്ങി പിടിച്ചിരിക്കും. ഇപ്പം നമ്മളത് കല്ല് പോലെ ഇരിക്കും, നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റത്തില്ല, നമുക്ക് അതിന് യഥാർത്ഥ ഗുണവും കിട്ടത്തില്ല. അപ്പം നമുക്കിത് നല്ല ഗുണം കിട്ടും. ചെടികൾക്കെല്ലാം നല്ല രീതിയിൽ വേര് വലിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ കട്ട പിടിച്ച് നമ്മൾ ചാണകപ്പൊടി ഇടുന്നതിനേക്കാളും നല്ലതാണ് നന്നായിട്ട് പൊടിഞ്ഞ ചാണകപ്പൊടി ഇടുന്നത്. കാരണം ഈ പൊടിഞ്ഞ ചാണകപ്പൊടി ഇടുന്നത് നമ്മൾ ഈ കട്ട പിടിച്ച ചാണകപ്പൊടി ഇടുന്നതിൻ്റെ പകുതി ഇട്ടാച്ചാൽ മതി. കാരണം എല്ലാ സ്ഥലത്തും നമ്മുടെ ചെടിയിൽ തൊട്ട് എല്ലായിടത്തും കടന്നു ചെല്ലും നല്ല പൊടിയുള്ള ചാണകം ഇങ്ങനെ വാരി ഇട്ട് കഴിഞ്ഞാൽ. കട്ട പിടിച്ച ചാണകം ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം കട്ടയായിട്ട് എവിടെയെങ്കിലും കിടക്കുകയുള്ളൂ. ചെടിക്ക് അതിൻ്റെ വളം വലിച്ചെടുത്ത് യഥാർത്ഥ ഗുണം കിട്ടത്തുമില്ല. കണ്ടില്ലേ, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളത് പൊടിച്ചത് ഇങ്ങോട്ട് മാറ്റി ഇട്ടാച്ചാൽ എന്നിട്ട് വീണ്ടും അതിൻ്റെ ഇളക്കി ഉണ്ടോ നന്നായിട്ട് പൊടിഞ്ഞു വന്നു. ഉണ്ടോ, കൈക്ക് അങ്ങോട്ട് നന്നായിട്ട് തിരുമ്മി പൊടിച്ചാൽ മതി. ചെറിയൊരു നനവുകൊണ്ടുണ്ട് ചാണകം, അതുകൊണ്ടാണ് ഇങ്ങനെ പൊടിഞ്ഞു വരുന്നത്. കണ്ടവാനും ഉണങ്ങിയിട്ടില്ല, അത് ആ പരുവത്തിന് ഉണക്കിയെടുക്കണം. നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അത് മനസ്സിലാകും, എല്ലാവർക്കും അങ്ങനെ ചെയ്തെടുക്കുകയും ചെയ്യാം. പൊടിയുന്നത് കണ്ടോ, ഇതുണ്ടോ, ഇങ്ങനെ വാരി ഇട്ട് കഴിഞ്ഞാൽ ചെടി നല്ല രീതി വലിച്ചെടുത്ത് നല്ല രീതി വളരും ചെടി. കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ മാറ്റി ഇട്ട് വീണ്ടും നമ്മളിത് ഇങ്ങനെ ആ കട്ടയുള്ളത് ഇങ്ങനെ വരണ്ടി എടുത്തിട്ട് ഉണ്ടോ കൈക്ക് ഇങ്ങനെ തിരുമ്മി പൊടിച്ചാൽ മതി. ഇപ്പോൾ നല്ല കണ്ടോ, നന്നായിട്ട് ചാണകം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് ചാണകം പൊടിച്ചെടുത്തിട്ടുള്ളൂ. നമുക്ക് എന്തേലും ആവശ്യത്തിനുള്ള ചാണകം ഇതിപ്പോണക്ക് പൊടിച്ചെടുക്കാം. ഇപ്പം ഇങ്ങനെ നമ്മൾ ചാണകം പൊടിച്ചെടുത്താൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ചെടികൾക്ക് നല്ല ഗുണം കിട്ടും. നമ്മൾ ഒരുപാട് ചാണകം വാരിയിടുകയും വേണ്ട, ഈ ചാണകപ്പൊടി എല്ലായിടത്തും ചെല്ലുകയും ചെയ്യും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക.
കൃഷിയെക്കുറിച്ചുള്ള വേറെ ഒരു വിഷയമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.